ബിഗ് ബോസിൽ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെട്ട സൗഹൃദമായിരുന്നു ഷാനവാസിന്റെയും അനീഷിന്റെയും. സീസൺ അവസാന ദിവസത്തോടടുക്കുമ്പോൾ സ്ട്രാറ്റജികളുമായി എല്ലാ മത്സരാർത്ഥികളും പോര് കടുപ്പിക്കുകയാണ്. തെറ്റാണ് താൻ പറയുന്നതെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അനീഷ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതെന്ന നൂറയുടെ ചോദ്യത്തിന് ഷാനവാസ് നൽകുന്ന മറുപടി ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം കിച്ചണിലുണ്ടായ വഴക്കിൽ അനുമോൾക്കൊപ്പം അനീഷ് മാത്രമാണ് നിന്നത്. മറ്റ് മത്സരാർത്ഥികളോടെല്ലാം അനുമോൾക്ക് വേണ്ടി അനീഷ് സംസാരിച്ചു. അനുമോളുമായി വഴക്കിട്ടതിന് പിന്നാലെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് അനീഷിന്റെ സ്വഭാവം എന്താണ് ഇങ്ങനെയായതെന്ന് ഷാനവാസിനോട് നൂറ ചോദിക്കുന്നത്. ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും അനീഷിന് ട്രോമയായിട്ടുണ്ടാവുമെന്നാണ് ഷാനവാസ് നൽകുന്ന മറുപടി. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തനിക്ക് പോവണ്ട, ഇവിടെ താൻ ഹാപ്പിയാണ് എന്നാണ് എല്ലാ ദിവസവും അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഇപ്പോഴാണ് അവൻ ഹാപ്പിയായി വരുന്നതെന്നാണ്. ആദ്യം വന്ന അനീഷിൽ നിന്ന് ഇപ്പോഴത്തെ അനീഷിലേക്ക് എത്തിയപ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായെന്ന് നോക്കണമെന്നും ഷാനവാസ് നൂറയോട് പറഞ്ഞു. അതല്ലെങ്കിൽ കാണുന്നതെല്ലാം ഒരുപക്ഷെ അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. ഇതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നും ഷാനവാസ് ചൂണ്ടിക്കാണിക്കുന്നു. അനുമോളും അനീഷും തമ്മിലെ കോംബോ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ പിടിച്ചിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ അനീഷിനോട് അനുമോളുടെ കാര്യവും ചോദിച്ചിരുന്നു. അനുമോളും അനീഷും തമ്മിലെ രസകരമായ നിമിഷങ്ങൾ ഹൗസിലുണ്ടായിരുന്നു. കിച്ചണിൽ ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലി അനുമോൾക്കെതിരെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും തിരിഞ്ഞപ്പോൾ അനുമോൾക്കൊപ്പം നിൽക്കുകയാണ് അനീഷ് ചെയ്തത്. അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളമൊഴിച്ച സമയം അനുമോൾ സോഫയ്ക്ക് പിന്നാലെയാണ് കിടന്നത്. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.